ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവധൂതന്മാർ. അവധൂതന്മാർ എന്ന് വെച്ചാൽ മഹാജ്ഞാനികൾ, ഈശ്വരനെ അറിഞ്ഞവർ, ഈശ്വരാനുഭൂതി കൈവരുന്നവരാണ് മഹാജ്ഞാനികൾ. പക്ഷേ മഹാജ്ഞാനികളും അവധൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവധൂതന്മാർ അവരവരുടെ കാര്യം, അവര് സമൂഹത്തെ സേവിക്കാനോ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ ഉയർത്താനൊന്നും അവര് ശ്രമിക്കാറില്ല. ഇപ്പൊ മായിയമ്മ, അതേമാതിരി ഇവിടെ നാറാണത്ത് ഭ്രാന്തൻ, ശേഷാദ്രി സ്വാമികൾ, ഇങ്ങനെ പലരും ഉണ്ട് അവധൂതന്മാരായിട്ട്. അവധൂതന്മാരും മറ്റുള്ള ജ്ഞാനികളുമായിട്ട് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നാറാണത്ത് ഭ്രാന്തൻ മഹാജ്ഞാനിയാണ്, അതേ സമയത്തിന് ഇവിടെ ചട്ടമ്പി സ്വാമികളും മഹാജ്ഞാനിയാണ്, ശ്രീനാരായണ ഗുരു മഹാജ്ഞാനിയാണ്. അവർ സമൂഹത്തിലെ മറ്റുള്ള ജനങ്ങളെ ഉയർത്താനും തങ്ങൾ അനുഭവിച്ച ആ ആത്മാനന്ദം മറ്റുള്ളവർക്കും കൂടി കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവധൂതന്മാർ ഇതൊന്നും ചെയ്യില്ല. അവരവരുടെ ഇഷ്ടത്തിനേ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എവിടെ തോന്നിച്ചാൽ അവിടെ കിടക്കും, എവിടെ തോന്നിച്ചാൽ അവിടെ ഭക്ഷണം കഴിക്കും, ആരെയും കൂട്ടിന് കൂട്ടില്ല. പക്ഷെ അവർ മഹാജ്ഞാനികളാണ്. അവർ ആ ബ്രഹ്മസത്യം അറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. അവരുടെ സാമീപ്യത്തിൽ നമുക്കും അത് കിട്ടും. ഇപ്പൊ കേട്ടിട്ടുണ്ട്, കന്യാകുമാരിയിലുള്ള മായിയമ്മ അവരുടെ ഫ്രണ്ട്സ് കൂട്ടുകാരെ പട്ടികളാണ്. മായിയമ്മയുടെ ഒരു നോട്ടം തന്നെ മതി പല രോഗങ്ങളും മാറുന്ന പറയുന്നത്. മായിയമ്മ അടുത്ത് വന്നാൽ തന്നെ നമുക്കൊരു ആനന്ദം കിട്ടുന്ന പറയാം. ചില എല്ലാ കടക്കാരും മായിയമ്മ ഒന്ന് കടയിൽ ആദ്യം കയറണം എന്ന് വിശ്വസിക്കും. കാരണം മായിയമ്മ ആദ്യം കയറി അവിടുന്ന് ഭക്ഷണം എടുത്താൽ പട്ടികൾക്ക് ഭക്ഷണമൊക്കെ കളക്ട് ചെയ്യാൻ അവിടെ പോകും. പിന്നെ അന്ന് ഇഷ്ടംമാതിരി ചിലവാണെന്നാ പറയുന്നത്. ഒരു 12 മണിയാകുമ്പോഴേക്കും കടയിലുള്ള എല്ലാ സാധനങ്ങളും തീരും, ഹോട്ടലിൽ എവിടെ ചെന്ന് വാങ്ങിച്ചാലും. അപ്പൊ മായിയമ്മമാരി തന്നെ ശേഷാദ്രി സ്വാമികളും നൈനാം സ്വാമികളും നമ്മുടെ നാറാണത്ത് ഭ്രാന്തനും പാരി ശിഷ്യന്മാരൊന്നും ഇല്ലല്ലോ, സ്വന്തം ആനന്ദത്തിൽ ഇങ്ങനെ നടക്കും. അപ്പൊ അവധൂതന്മാർ ഈ ആത്മാനന്ദത്തിൽ സ്വയം ഏകനായി നടക്കും. മറ്റേ ജ്ഞാനികൾ അവർ ഈ ആനന്ദം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കും. ഇതാണ് അവധൂതനും മറ്റുള്ള ജ്ഞാനികളുമായിട്ടുള്ള വ്യത്യാസം. ഇത് മനോഹരമായിട്ട് വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണദേവൻ വിവരിച്ചിട്ടുണ്ട്. ഒരു മാമ്പഴത്തിന്റെ, ഇത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാം. ഒരുവൻ ഒരു മാമ്പഴം കിട്ടി, അവനത് സുഖമായി കഴിച്ച് ചെറിയും തുടച്ച് ബാക്കിയുള്ളത് വലിച്ചെറിഞ്ഞ് അവൻ്റെ പാട്ടിന് പോയി. വേറൊരാൾക്കൊരു മാമ്പഴം കിട്ടി, അത് അതിമധുരമായി കണ്ടപ്പോൾ അവൻ ആ മാമ്പഴം തീറ്റ നിർത്തിയിട്ട് ചുറ്റുമുള്ളവരെ വിളിച്ച് മുറിച്ച് എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തു. അപ്പൊ രണ്ടാമത് പറഞ്ഞ ആളെമാതിരിയാണ് മഹാജ്ഞാനികൾ. അവർക്ക് കിട്ടിയ ആനന്ദം എല്ലാവർക്കും കൊടുക്കും. അവധൂതന്മാരാവട്ടെ ആർക്കും ഒന്നും കൊടുക്കില്ല. അവരവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ജീവിച്ചു, അവരങ്ങനെ ആനന്ദിക്കും. ആ ശിഷ്യന്മാരെ ഉണ്ടാക്കില്ല, സമൂഹ സേവനമൊന്നും ചെയ്യില്ല. അവരുടെ അടുത്ത് എന്ന് പെട്ടാൽ നമുക്കും ഗുണം കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് അവധൂതന്മാരും മഹാജ്ഞാനികളുമായിട്ടുള്ള വ്യത്യാസം. അവരെ ഒരു ബ്രാഹ്മണനോ പിച്ചക്കാരനോ ഒക്കെ ആയിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ ചെന്നാൽ നമുക്കത് അപകടം വരും, നമ്മുടെ ജീവിതത്തിൽ അപകടം ഉണ്ടാവും. അപ്പൊ അവരൊക്കെ അടുത്ത് നമ്മൾ പോകുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇപ്പൊ മായിയമ്മ പറഞ്ഞില്ലേ, അതേമാതിരി നാറാണത്ത് ഭ്രാന്തൻ, നൈനാൻ സ്വാമി, ഇവരൊക്കെ ഈ തരത്തിൽപ്പെട്ടതാണ്. തനി പിച്ചക്കാരിയാളെ മാതിരിയാണ് അത്ര മായിയമ്മ. ആ കടൽ തീരത്തുള്ള ചപ്പും ചവറും ഒക്കെ കൂട്ടിക്കൊള്ളി വയ്ക്കും. പിന്നെ കടലിലേക്ക് എടുത്ത് ചാടി കുറെ നീന്തും. പിന്നെ കുറെ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. മഹാജ്ഞാനിയാണ് ഇത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ അവർക്ക് ഈ ലോക ജീവിതവും ഭൗതിക ജീവിതവും ഒന്നും വലിയ കാര്യമല്ല. അവർ ആത്മാനന്ദത്തിൽ രസിച്ചുകൊണ്ടിരിക്കും. മഹാജ്ഞാനികളാണെങ്കിൽ ആത്മാനന്ദത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒന്ന് കരകയറ്റാൻ ശ്രമിക്കും. ഇതാണ് അവധൂതന്മാരും മറ്റു മഹാജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നാറാണത്ത് ഭ്രാന്തൻ ആരെയും കരകയറ്റാനൊന്നും പോയിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിൽ തുടർന്ന് ആനന്ദം അനുഭവിച്ചിട്ട് പാറ ഉരുട്ടി മേലക്കയറ്റും, എന്നിട്ട് തള്ളിയിടും, പൊട്ടിച്ചിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ഈ ലൗകിക ജീവിതത്തെ പറ്റി അദ്ദേഹം കളിയാക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ഒക്കെ സമൂഹത്തെ ഉയർത്താൻ അല്ലെങ്കിൽ ഈ ജ്ഞാനം സമൂഹത്തിന് കൂടി കൊടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അവധൂതന്മാരെ പറ്റിയുള്ള ഈ ചെറിയ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്.